السلام عليكم ورحمة الله. بسم الله الحمد لله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ പരമാവധി പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ചില തൽപര കക്ഷികൾ തീർത്തും ദുരുദ്ദേശപരമായി പടച്ചുവിട്ട വിവാദങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുതകൾ വിശദമായി തന്നെ ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു. ഇനിയൊരു ആമുഖ ഭാഷണം ആവശ്യമില്ലാത്ത വിധം കാര്യങ്ങൾ വ്യക്തമാണ്. ആര് എന്തൊക്കെ പറഞ്ഞാലും ഒരു മുജാഹിദായ മനുഷ്യൻ തൻ്റെ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും അല്ലാഹുവോടല്ലാതെ പ്രാർത്ഥിക്കുന്ന പ്രശ്നമില്ല. റബ്ബിലേക്ക് മാത്രം അർപ്പിക്കേണ്ടുന്ന സഹായാർത്ഥനകൾ, ഇസ്തിആനകൾ അവന്റെ സൃഷ്ടികൾപ്പെട്ട ഒരു സൃഷ്ടിയിലേക്കും, അത് ജിന്നോ മലക്കോ മനുഷ്യരോ അല്ലാത്ത മറ്റു വല്ല പടപ്പുകളോ ആരായാലും ഏതായാലും ശരി, അവയിലേക്ക് തിരിച്ചുവിടുന്ന പ്രശ്നമേ ഇല്ല എന്ന കാര്യത്തിൽ സംശയിക്കാനൊന്നുമില്ല. വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചത് ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലും നമുക്ക് അല്ലാഹു മതി എന്നാണ്. നമ്മളൊക്കെ പ്രഖ്യാപിക്കുന്നതും ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി, ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതി, വനിഅമൽ വകീൽ, എല്ലാം ഏൽപ്പിക്കാൻ ഏറ്റവും മതിയായവൻ അല്ലാഹയാണ്. വിശുദ്ധ ഖുർആനിലെ ചോദ്യമുണ്ട്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അല്ലാഹു മതിയായവനല്ലേ? ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഈ സമുദായത്തെ പഠിപ്പിച്ചവർ മുജാഹിദുകളായ നാമാണ്. എന്നിരിക്കെ നമ്മൾ തന്നെയും റബ്ബ് മാത്രം പോരാ എന്ന് പറയുന്ന, ചില ഘട്ടങ്ങളിലെങ്കിലും സഹായമർത്തിക്കപ്പെടാൻ ജിന്നുകൾ വേണം, മലക്കുകൾ വേണമെന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ആരൊക്കെ അങ്ങനെയെല്ലാം ഉണ്ടെന്ന് പ്രചരിപ്പിച്ചാലും അതെല്ലാം 100% കുപ്രചാരണം മാത്രമാണ് എന്നും, ആ ആളുകൾക്ക് അതിനെല്ലാം പിന്നിൽ വ്യക്തമായ അജണ്ട വേറെയുണ്ട് എന്നുള്ളതും ഇന്ന് ഇസ്ലാഹി കേരളം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ആ ഒരു അജണ്ട നടപ്പാക്കാൻ കൊല്ലങ്ങളായി ഇറങ്ങിപ്പുറപ്പെട്ട് ഏകദേശം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അത് കൈയോടെ പിടികൂടപ്പെടുകയും തിരിച്ചറിയപ്പെടുകയും തങ്ങളുടെ മുഖംമൂടികൾ വലിച്ചു ചിന്തപ്പെടുകയും ചെയ്യുന്നുവെന്ന് ബോധ്യമായപ്പോൾ ആരാണ് ആ മുഖംമൂടി പിച്ചിച്ചീന്താൻ മുന്നോട്ട് വരുന്നത് എങ്കിൽ അവരെ ഒറ്റപ്പെടുത്താമെന്ന, അവർക്കെതിരെ ആരോപണം ഉന്നയിക്കാമെന്ന ഒരു കണ്ടുപിടുത്തമാണ് യഥാർത്ഥത്തിൽ ഇത്തരം ഒരു വിവാദം ഉണ്ടാക്കിയെടുക്കാൻ അത്തരം ആളുകൾക്കുള്ള പ്രചോദനം എന്നതാണ് വസ്തുത. സാധാരണഗതിയിൽ
രാഷ്ട്രീയ കൊലപാതകങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ വായിക്കുമ്പോൾ നാം കേൾക്കാറുണ്ട്. ഒരു കൊലപാതകം നടക്കുമ്പോൾ തൊട്ടപ്പുറത്തായി ആദ്യമൊരു സ്ഫോടനം നടത്തുകയും ആ സ്ഫോടനം നടക്കുമ്പോൾ എന്താണ് സംഭവിച്ചതെന്നറിയാതെ ആളുകൾ ഒന്നാകെ അമ്പരന്ന് ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുകയും ചെയ്യുമ്പോൾ അതിനിടയിൽ ഇവര് തനിക്ക് വകവരുത്തേണ്ട ആളുകളെ വകവരുത്തി തന്നെ ലക്ഷ്യം പൂർത്തീകരിച്ച് രക്ഷപ്പെട്ടു പോകുന്ന കൊലയാളികളെ പറ്റി നാം സാധാരണ പത്രവാർത്തകളിൽ വായിക്കാറുണ്ടെങ്കിൽ അതിന് സമാനമായ ഒരു രീതിയാണ് ഇവിടെയും സ്വീകരിച്ചത് എന്നതാണ് വസ്തുത. ഏതാനും ആളുകളെ ആദ്യമേ നോക്കി വെച്ചു. ഇവരെല്ലാം തൽക്കാലം നമുക്ക് ശല്യക്കാരാണ്, അതുകൊണ്ട് ഇവർ മാറ്റി നിർത്തപ്പെടണം, ഇവരൊരിക്കലും താഴ്വാരംഗത്ത് ഉണ്ടാകാൻ പാടില്ല എന്ന തീരുമാനം ആ തീരുമാനം നടപ്പാക്കുന്നതിന്റെ തൊട്ടു മുന്നോടിയായി തൊട്ടപ്പുറത്ത് ഒരു സ്ഫോടനം, ഒരു ബോംബ് വർഷിക്കുകയും ചെയ്തിട്ട് ഇവരെല്ലാം ജിന്നിന്റെ പിന്നാലെയാണ്, ഇവരെല്ലാം അന്ധവിശ്വാസത്തിന്റെ പിന്നാലെയാണ്, ഇവരെല്ലാം ജിന്നിനോട് തേടാമെന്ന് തേടിയ ശിർക്കല്ലെന്ന് പറയുന്നവരാണ് എന്ന് ഒരു പുകമറ ഉണ്ടാക്കിയെടുത്ത് ജനശ്രദ്ധ അങ്ങോട്ട് തിരിച്ചുവിട്ട് അതിനെ പ്രതിരോധിക്കാനായി ആളുകളെ ഇളക്കിവിട്ട് അതിനിടയിൽ തങ്ങളുടെ സ്വാർത്ഥത തൽക്കാലം നടപ്പാക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് കഴിഞ്ഞ സംസാരങ്ങളിൽ നിന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയത്. അതുകൊണ്ട് നാം മനസ്സിലാക്കുക, ആരെങ്കിലും പ്രചരിപ്പിക്കുന്ന ഏതെങ്കിലുമൊക്കെ കുപ്രചാരണങ്ങൾ മുഖവിലക്കെടുത്ത് ആരുടെങ്കിലും പേരിൽ ശിർക്ക് ആരോപിക്കാതെ, ആരെങ്കിലും കുറിച്ച് തെറ്റായ ധാരണകൾ മനസ്സിൽ കാത്തു സൂക്ഷിക്കാതെ എന്താണ് വസ്തുത എന്ന് കൃത്യമായി തിരിച്ചറിയാനുള്ള, പഠിക്കാനുള്ള, അന്വേഷിക്കാനുള്ള ഒരു വേദി എന്ന നിലയ്ക്കാണ് ഈ ഒരു സംരംഭം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പരമാവധി സമയം സംശയ നിവാരണത്തിനായി നമുക്ക് ഉപയോഗം. ചോദ്യകർത്താക്കൾ തങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി നിശ്ചയിക്കപ്പെട്ട ഈ മുൻഭാഗത്തെ കസേരകൾ ഉപയോഗപ്പെടുത്തുകയും അങ്ങനെ ഊഴമനുസരിച്ച് വിഷയങ്ങൾ പഠിക്കാനുള്ള മനസ്സോടുകൂടി ചോദിക്കുകയും ചെയ്യുക. എല്ലാ മുഖാമുകളിലും സൂചിപ്പിക്കാറുള്ളത് പോലെ ചോദിക്കുന്നത് ജയിക്കപ്പെടുത്താനും വാശി തീർക്കാനും ഒന്നുമല്ല, മറിച്ച് ദീനാണ്. ദീനി രംഗത്ത് എവിടെയെങ്കിലും എന്റെ ഒരു അബദ്ധം കൊണ്ട് ഞാൻ കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ട് ഒരു അബദ്ധത്തിൽ പോയി ചാടിക്കൂടാ എന്ന ആ ഒരു നിർബന്ധ ബുദ്ധിയാവണം ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള പ്രചോദനം. ചോദ്യം ചെയ്യുകയല്ല, ചോദ്യം ചോദിക്കുകയാണ് വേണ്ടത്. മറുപടിയും ഇൻഷാ അല്ലാഹ് ആ ഒരു ശൈലിയിൽ തന്നെയാണ് ഈ വേദിയിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനാവുക. അല്ലാത്തൊരു ശൈലി സ്വീകരിക്കാൻ നാം ആരും താല്പര്യപ്പെടുന്നുമില്ല. അതുകൊണ്ട് കൃത്യമായി കാലങ്ങളായി മനസ്സിലുള്ള വല്ല സംശയവുമുണ്ടെങ്കിൽ, എവിടെയെങ്കിലും കേട്ട വല്ല സന്ദേഹവുമുണ്ടെങ്കിൽ ഹദീസുമായി ബന്ധപ്പെട്ട്, ആയത്തുകളുമായി ബന്ധപ്പെട്ട്, ജിന്ന് വിവാദവുമായി ബന്ധപ്പെട്ട്, സിഹോ കണ്ണേറോ പ്രാർത്ഥനയോ തൗഹീദോ ഈ നിലയ്ക്ക് ഇപ്പോൾ ചർച്ചയായ ഏതെല്ലാം മേഖലയുണ്ടോ ആ മേഖലകൾ ആ ഒരു നിയ്യത്തോടു കൂടി, ആ ഇഖ്ലാസോടു കൂടി ചോദിക്കാനും അറിയാനും തയ്യാറാവുക. പ്രത്യേകിച്ച് നിബന്ധനകളൊന്നും ചോദ്യകർത്താക്കൾക്ക് വെക്കുന്നില്ല. തനിക്ക് ശേഷം ചോദിക്കാൻ ആളുകൾ കാത്തിരിക്കുന്നുവെങ്കിൽ അവരെ കൂടി പരിഗണിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇരുവോളം ഒരാൾ തന്നെ ചോദിച്ച് മറ്റുള്ളവർക്ക് ചോദിക്കാൻ അവസരമില്ലാത്ത സാഹചര്യം ഉണ്ടായിക്കൂടാ. പരമാവധി ആളുകൾ ചോദിക്കട്ടെ, പരമാവധി വിഷയങ്ങൾ. അതുകൊണ്ട് താൻ ചോദിക്കുന്നു, ഉത്തരം കിട്ടി, അത് ബോധ്യമായി, പിന്നെ ചോദ്യം ആവശ്യമില്ലെങ്കിൽ അടുത്ത ആൾ കൈമാറുക. അതെല്ലാം വീണ്ടും ചോദിക്കണമെന്നുണ്ടോ? ചോദിക്കാം. അതിനും ക്ലിയർ ആയില്ല, പിന്നെയും ചോദിക്കണോ? ചോദിക്കാം. ധാരാളം ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ശേഷമുള്ള ആൾക്ക് തൽക്കാലം ഒഴിഞ്ഞു കൊടുക്കുക. പിന്നിലുള്ള ആളുകളുടെ ഊഴം കഴിഞ്ഞാൽ വീണ്ടും ഈ ചോദ്യകർത്താവിന് പിന്നെയും അവസരം ഉപയോഗപ്പെടുത്താമെന്ന് സൂചിപ്പിക്കുകയാണ്. ആ നിലയ്ക്ക് ഇഖ്ലാസോടുകൂടി ദീനിയായ വേദിയായി ഇതിനെ കണ്ട് ആ ഒരു താല്പര്യത്തിൽ മാത്രം ചോദ്യങ്ങൾ ഉന്നയിക്കുക. ഇൻഷാ അല്ലാഹ് ഫദ്ലുൽ ഹഖ് ഉമരിയുണ്ട്, അതേപോലെ യാസിർ മദനി പകരയുണ്ട്, അതേപോലെ ഹംസ മദനിയുണ്ട്. ഞങ്ങൾ ആരെങ്കിലും ഒക്കെയായി ആ ചോദ്യങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് വിശദീകരണം നൽകും. ഞങ്ങൾക്ക് അറിയാത്തതാണെങ്കിൽ പരസ്പരം ചർച്ച ചെയ്ത് കൃത്യമായ ഒരു മറുപടി പറയാനാകുമെങ്കിൽ, ഇനി ഞങ്ങൾക്ക് ആർക്കും അറിയാത്ത ഒരു വിഷയമാണെങ്കിൽ ലോകത്തുള്ള എല്ലാ ഹദീസും എല്ലാ ആയത്തും എല്ലാ വിഷയങ്ങളും കൃത്യമായി പഠിച്ചു വന്നവരാണ് ഞങ്ങളെന്ന അഭിപ്രായം ഞങ്ങൾക്ക് ഏതായാലുമില്ല. അതുകൊണ്ട് ചോദിക്കപ്പെടുന്ന വല്ലതുമൊക്കെ ഞങ്ങൾക്ക് ആർക്കും അറിയാത്ത, ഞങ്ങളെ ശ്രദ്ധയില്ലാത്ത ഒന്നാണെങ്കിൽ അത് ഇൻഷാ അല്ലാഹ്
അറിയില്ലെന്ന് പറയുകയും പിന്നീട് ചോദിച്ചു പഠിച്ച് പിന്നീട് ആ ചോദ്യകർത്താവിനെ അറിയിക്കുകയും ചെയ്യും എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. കാരണം ദീനാണല്ലോ നമ്മുടെ വകയായി എന്തെങ്കിലും രക്ഷപ്പെടാനുള്ള വേദിയല്ലല്ലോ ദീനീ രംഗം. അതുകൊണ്ട് അറിയാവുന്ന കാര്യങ്ങൾ അറിയുമെന്ന് പറയുകയും അതിന് മറുപടി നൽകുകയും ചെയ്യും. ഇല്ലാത്തത് അറിയില്ലെന്ന് പറയാൻ ഞങ്ങൾക്കാർക്കും യാതൊരു മനപ്രയാസവുമില്ല എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ചോദ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ചോദ്യകർത്താക്കൾ ഈ പറഞ്ഞ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ഉന്നയിക്കുക. അള്ളാഹു അവന്റെ ദീന് ശരിയാംവിധം കൈകാര്യം ചെയ്യാനുള്ള തൗഫീഖും വിജ്ഞാനവും ആരോഗ്യവും തന്റെ ഇടവും ധൈര്യവും നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹലോ, അസ്സലാമു അലൈക്കും. നമ്മൾ ഇപ്പോൾ നിലനിൽക്കുന്ന സ്ഥലം പാരമ്പര്യമായിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന് വളരെയേറെ വളക്കൂറുള്ള മണ്ണാണ്. അതായത് വാരണാക്കര, അല്ലൂര്, കുറ്റൂര് ഈ പ്രദേശങ്ങളിലുള്ള ഞാനുമായിട്ട് സംസാരിക്കുന്ന ചിലരുമായിട്ട് സംസാരിച്ചപ്പോൾ ഈ ഇസ്ലാഹി പ്രസ്ഥാനം നൂറ്റാണ്ടിലെത്തി നിൽക്കുമ്പോൾ ഇപ്പോൾ അടുത്ത കാലത്ത് 10-12 വർഷത്തിനുള്ളിലാണല്ലോ ഈ പ്രശ്നങ്ങൾ ഇത്രയേറെ പല ഭിന്നതകൾക്കും കാരണം. അതിൽ പല വ്യക്തികളും പറഞ്ഞത് അനുഷ്ഠാനപരമായി പല വ്യക്തികളിലും ഒരു തീവ്രതയുണ്ട്. ഈ തീവ്രതയല്ലേ ഈ ഭിന്നതയ്ക്ക് കാരണമെന്നാണ്. ഇതിൽ വസ്തുതയുണ്ടോ? രണ്ടാമതൊരു ചോദ്യം കൂടി എനിക്കുണ്ട്. ഫൈസൽ മുസ്ലിയാരുടെ സൂപ്പർ ബസാർ CD-യിൽ പ്രാർത്ഥന അല്ലാഹു എല്ലാവരും കേൾക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇപ്പോൾ ഇവിടുന്ന് പ്രാർത്ഥിക്കുകയാണ്, എനിക്കൊരു വീട് തരണേ, എനിക്കൊരു വിസ തരണേ. ഫൈസൽ മുസ്ലിയാരെ അത് കേട്ടില്ലേ? അപ്പോൾ അത് തെറ്റല്ലേ? അതിനൊരു ഉത്തരം തരണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസുഹാബിഹി വൽ ഫായിസീന ബിറിദല്ലാഹ്. സഹോദരന്മാരെ, ഒന്നാമത്തെ സുഹൃത്തിൻ്റെ ചോദ്യം, നമ്മുടെ വാരണാക്കര, തക്കംകുറ്റൂർ, അല്ലൂര് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഈറ്റില്ലമാണ്, പഴയ പാരമ്പര്യമായിട്ടുള്ള ആളുകളാണ് എന്ന്. അത് നമുക്ക് വേണമെങ്കിൽ ഒരു വാദത്തിന് വേണ്ടി പറയാം. പക്ഷെ ഒരുപാട് ചേകനൂരികൾ കൂടി ഉള്ള സ്ഥലമാണ് നിങ്ങളുടെ തെക്കംകുറ്റൂരും അതേപോലെ പുല്ലൂരും അല്ലൂരും ഏരിയകളൊക്കെ. അപ്പോൾ ഞങ്ങൾ KNM-ന്റെ ആളുകളാണ് എന്ന് പറഞ്ഞത് കൊണ്ടോ പാരമ്പര്യത്തിൻ്റെ ആളുകളാണ് എന്ന് പറഞ്ഞത് കൊണ്ടോ ഒരിക്കലും ആദർശം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അത് ഖുറാഫികളും കാലങ്ങളായി പറയുന്നതാണ്. ബിദഅത്തായ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. സ്വഹാബത്തിൻ്റെയും പ്രവാചകന്റെയും കാലത്തില്ലാത്ത പല വിശ്വാസങ്ങളും ആചാരങ്ങളും അവരുടെ കയ്യിലുണ്ട്. അവരും പറയുന്നു ഞങ്ങൾ പാരമ്പര്യത്തിൻ്റെ ആളുകളാണ്. അതുകൊണ്ട് ഖുറാഫികൾ പറയുന്ന ആ പാരമ്പര്യവാദത്തിലേക്ക് മുജാഹിദുകൾ പോകരുത് എന്നൊരു അപേക്ഷയുണ്ട്. ഇത്രയും കാലം ഞങ്ങളാരും പോയിട്ടില്ല. പക്ഷെ അങ്ങനെ പോകണമെന്ന് താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ആ ചിന്ത മാറ്റിവെക്കണമെന്ന് ആദ്യമായിട്ട് സൂചിപ്പിക്കുകയാണ്. പിന്നെ മുജാഹിദ് പ്രവർത്തകരിൽ ചിലർ തീവ്രവാദത്തിലേക്ക് പോകുന്നു. മതവിഷയങ്ങൾ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച പ്രകാരം കൃത്യമായി ജീവിതത്തിൽ പാലിക്കുമ്പോൾ ആ പാലിക്കുന്നതിനെ അതിനോട് അല്ലെങ്കിൽ അതിനോട് അത്ര തന്നെ ഇഷ്ടമില്ലാത്ത ആളുകൾ അത് ചെയ്യുന്ന ആളുകളോടുള്ള വെറുപ്പ് പ്രകടിപ്പിക്കാൻ വേണ്ടിയും നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പ്രകാരം തങ്ങൾ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയും തങ്ങളുടെ കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ISM-ന്റെയും MSM-ന്റെയും പ്രവർത്തകരെ സംബന്ധിച്ച് അവർ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രത്യേകമായി എടുത്തു പറഞ്ഞ് അതിലൂടെ തീവ്രവാദം ചിന്ത അല്ലെങ്കിൽ ആ നിലക്ക് അനുഷ്ഠാന തീവ്രത എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട്.
നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ മഗ്‌രിബിന് മുമ്പ് സൂചിപ്പിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലൂടെ ഒരു കാര്യം സ്ഥിരപ്പെട്ടു വന്നാൽ അത് ചെയ്യാനുള്ള താല്പര്യം മനസ്സ് ഒരു സത്യവിശ്വാസിക്ക് വേണം. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഹദീസുകളിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര ചെയ്തിരുന്ന സ്ഥലത്തുകൂടെ അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ പ്രവാചകൻ നടന്നിടത്ത് തന്റെ കാലുവെക്കുവാനും പ്രവാചകൻ ഇരുന്നിടത്ത് ഘടിപ്പിച്ചിരുന്നു എന്ന്. അപ്പൊ ആ സ്വഹാബികളുടെ മനഹജ് സ്വീകരിച്ചുകൊണ്ട് സലഫികൾ എന്ന് സ്വന്തത്തെക്കുറിച്ച് പറയുന്ന നമ്മൾ, അവർക്ക് ഹദീസുകളോടും പ്രവാചകന്റെ സുന്നത്തിനോടും എന്തൊരു താല്പര്യമുണ്ടായിരുന്നു, അതേ താല്പര്യം നമ്മൾക്ക് വേണം. ഹദീസിനെ പരിഹസിച്ച് പ്രവാചകനെ പഠിപ്പിച്ച സുന്നത്തിനെ പുച്ഛിച്ച് അതിനോട് എതിർത്ത് തർക്കിച്ചിട്ട് എന്നിട്ടും ഞാൻ സലഫിയാണ് എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. പേരിന്റെ മൂട്ടിൽ സലഫി ഉണ്ടായത് കൊണ്ടും ഒരിക്കലും സലഫി ആവുകയില്ല. ആദർശത്തിൽ സലഫിയത്ത് വരികയും സഹാബത്ത് പ്രവാചകന്റെ സുന്നത്തിനെ എപ്രകാരം സ്നേഹിക്കുകയും പിൻപറ്റുകയും ചെയ്തോ ആ നിലക്ക് അതേ പ്രാധാന്യത്തോടു കൂടി നമ്മൾ പിൻപറ്റുകയും ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ സലഫികളാണ് എന്ന് പറയുന്നതിലൊരു അർത്ഥമുള്ളൂ. മാത്രമല്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം പറയണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പഠിപ്പിച്ച ഒരൊറ്റ സുന്നത്തും ഞാൻ പാഴാക്കുകയില്ല. കാരണം അതെങ്ങാനും ഞാൻ പാഴാക്കിയാൽ ഇന്നി അഖാഫു അൻ അസിയ, ഞാൻ പിഴച്ചേക്കുമോ എന്നുള്ള ഭയം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രവാചകന്റെ ഒരു സുന്നത്തിനെയും ഒഴിവാക്കുകയില്ല എന്ന് പറഞ്ഞ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് മുജാഹിദുകളായ നമുക്ക് മാതൃക. അതേപോലെ തന്നെ മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹു ഒരിക്കൽ പറയണ്ടായി, ആരെങ്കിലും തഹജ്ജുദ് നമസ്കാരം ഖിയാമുൽ ലൈൽ ഒഴിവാക്കുന്നു എങ്കിൽ അവൻ ഫാസിഖാണ്, വലാ തുഖ്ബലു ഷഹാദത്തുഹും, അവന്റെ സാക്ഷി പോലും സ്വീകരിക്കാൻ പാടില്ല എന്ന ഈ ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ അഭിപ്രായ പ്രകാരം ഖിയാമുൽ ലൈൽ വാജിബല്ല, സുന്നത്താണ്, മുസ്തഹബാണ്. എന്നിട്ട് പോലും സുന്നത്തായ മുസ്തഹബായ ആ കർമ്മം ഒഴിവാക്കിയതിന്റെ പേരിൽ അവൻ ഫാസിഖാണ് എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഫത്വ കൊടുത്തു എങ്കിലും അതിന്റെ അർത്ഥം ആ നേതാക്കന്മാർക്ക് ഹദീസുകളോടുണ്ടായിരുന്ന താല്പര്യമാണ്. അതൊരിക്കലും മത തീവ്രവാദമായിക്കൊണ്ടോ അല്ലെങ്കിൽ അനുഷ്ഠാന തീവ്രതയായിക്കൊണ്ടോ ചിത്രീകരിക്കേണ്ട ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള സുന്നത്തുകൾ നമ്മൾ സ്നേഹിക്കുകയും അത് ജീവിതത്തിൽ ആർക്ക് ഇഷ്ടമില്ലെങ്കിലും കുടുംബക്കാർ വെറുത്താലും നാട്ടുകാർ വെറുത്താലും അള്ളാഹുവിന്റെ തൃപ്തി എനിക്ക് അതിൽ ഉണ്ട് എങ്കിൽ ഞാൻ അത് ചെയ്യാൻ താല്പര്യമുള്ളവനാണ് എന്ന മനസ്സോടുകൂടി ഇറങ്ങുക. അതാണ് മുജാഹിദ് പ്രസ്ഥാനം പറയുന്നതും അതാണ് ജനങ്ങളോട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും. ഇനി നേരത്തെ ഫൈസൽ മുസ്ലിയാരുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്, ഇൻഷാ അല്ലാഹ് അദ്ദേഹം മറുപടി. ചോദ്യത്തിലെ രണ്ടാമത്തെ വശം ഞാനുമായി ബന്ധപ്പെട്ടതായതുകൊണ്ടാണ് ഞാൻ തന്നെ വിശദീകരിക്കാൻ എഴുന്നേറ്റത്. അതിന്റെ തൊട്ട് മുമ്പ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സുഹൃത്ത് ചോദിച്ച ആ ഒരു വശം പല സ്ഥലത്തും പലരും പറഞ്ഞു കേൾക്കാറുള്ള വശം തന്നെയാണ്. അതിപ്പോ തെക്കൻകുറ്റൂരും അല്ലൂരും മാത്രമല്ല പറയാറുള്ളത്. അത് ഇടക്കാലത്ത് സുന്നത്തോടുള്ള ഒരു അഴകുഴമ്പൻ നിലപാട് നമ്മുടെ നാട്ടിൽ പ്രചരിക്കുകയുണ്ടായി. അബ്ദുസ്സലാം സ്വലമിയാണ് അതിന്റെ ഏറ്റവും വലിയ കാരണക്കാരൻ. അയാളുടെ പുസ്തകം തന്നെ ഉണ്ട്, ഇളവുകൾ ഇസ്ലാമിൽ. ആ പുസ്തകം വായിച്ചാല് ഇളവല്ല, എല്ലാം വളവാണ് എന്ന് മനസ്സിലാവും. അത് വായിച്ച ഒരാൾക്ക് സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ കണ്ടാല് ഇത് തീവ്രവാദം തോന്നിപ്പോകും. എല്ലാത്തിനും ഇളവുണ്ട്, ഇളവില്ലാത്ത ഒന്നുമില്ല. ഇളവ് ഇസ്ലാമിലുണ്ട് പലതിനും. പക്ഷെ ഇവിടെ ഇളവിനെ നിയമമാക്കി അവതരിപ്പിക്കുകയാണ് അയാൾ ചെയ്യുന്നത്. ശരിക്കും ഇളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉള്ള നിയമത്തിലുള്ള ഇളവാണല്ലോ. അപ്പൊ നിയമം വേറെയാണ്. ആ നിയമം പാലിക്കാൻ കഴിയാതാകുമ്പോൾ അയാൾക്ക് റബ്ബ് നൽകുന്ന ഒരു തൽക്കാലമുള്ള ഒരു വിട്ടുവീഴ്ചയാണ് ഇളവ്. ഇളവ് മാത്രം തെരഞ്ഞുപിടിച്ച് അത് പുസ്തകമാക്കിയിട്ട് ഇളവുകളെ നിയമമാക്കി മാറ്റുകയാണ് അയാൾ ആ പുസ്തകത്തിൽ ചെയ്തത്. ആ ബുക്ക് വായിച്ചതാക്ക് എന്താ തോന്നുക? ഇസ്ലാമിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇത് ചെയ്താൽ പോലെ, എന്തിനാ ഇത്ര ഇടങ്ങാറാക്കണത് എന്നാ. യഥാർത്ഥത്തിൽ ഇത് ചെയ്യാൻ പറഞ്ഞതല്ല, ഇത് ഉള്ള നിയമം പാലിക്കാൻ കഴിയാതാകുമ്പോൾ അയാൾക്കുള്ള ഇളവാ. നിന്ന് നിസ്കരിക്കാൻ കഴിയാത്തൊരാൾക്ക് ഇരുന്ന് നിസ്കരിക്കാം, അതൊരു ഇളവാണ്. അത് വായിച്ചിട്ട് എന്തിനാ പത്ര ഇടങ്ങാറായിക്കാണ്ട് എല്ലാവരും 5 വക്തും പള്ളിക്ക് ഇങ്ങനെ നിന്ന് നിസ്കരിക്കണത്, ഒരു കസാരക്കെട്ട് ആശ്വാസത്തിൽ ഇരുന്ന് നിസ്കരിച്ചൂടെ എന്നൊത്തും ചിന്തിച്ചാലോ? അങ്ങനെ ഒരാൾ 10 കൊല്ലം അയാൾ 5 വക്ത് ഇരുന്ന് നിസ്കരിച്ചു, അയാൾ ഈ ബുക്ക് വായിച്ച ആളാ എന്ന് സങ്കല്പിക്കുക. 10 കൊല്ലം കഴിഞ്ഞപ്പോൾ ഖത്തീബ് വന്നിട്ട് പറയാ, കൂട്ടരൊന്നും ശരിയല്ല, നിന്ന് നിസ്കരിക്കണം, നിൽക്കല് ഫർളാണ്. നിസ്കാരത്തിൽ നിൽക്കാൻ കഴിയുന്നവൻ ഇരുന്നാലാൽ നിസ്കാരം ശരിയാവൂല, നിന്നേ നിസ്കരിക്കാവൂ. അപ്പൊ ഇവൻ പറയാൻ എന്താവൂ, ഇത് കുറച്ച് ഏറെയാണ്, ഇയാള് കുറച്ച് സ്ട്രോങ്ങാ. നമ്മൾ 8-10 കൊല്ലായി
കസാലിട്ട് സുഖമായിട്ട് ഇരുന്ന് നിസ്കരിക്കുക. അപ്പൊ ഇയാള് പറയാ നിക്കല് ഫർളാന്ന് പറയാ, ഏറി വന്ന സുന്നത്ത് എന്ന് പറഞ്ഞാൽ പോലെ ഫർള് എന്ന് പറയണോ എന്ന് ചോദിച്ചാൽ അയാളെ കുറിച്ച് തീവ്രവാദി പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് ഇവിടെ സംഭവിച്ചത്. സുന്നികള് തറാവിഹി 20 നിസ്കരിക്കുന്നു, നമ്മൾ 11 നിസ്കരിക്കുന്നു. നമ്മൾ പറഞ്ഞ എന്താ? ഹദീസിൽ 11 സ്ഥിരപ്പെട്ടത്, അതുകൊണ്ട് അതാണ് സുന്നത്ത്. അവര് പറഞ്ഞ എന്താ? തറാവീഹ് വഹാബികൾ വെട്ടിച്ചുരുക്കിന സംഗതി. ഉള്ള 11-ൽ ഒരു 9 കൂട്ടി ആദ്യം, ആ കൂട്ടിയ 20 പ്രചരിച്ചത്. പിന്നെ ഹദീസുകൾ തേടി പിടിച്ച് പല പണ്ഡിതന്മാരും പറഞ്ഞ കൂട്ടത് ശരിയല്ല, 11 ശരി. ഇപ്പൊ പറഞ്ഞു കണ്ടോ വെട്ടിച്ചുരുക്കുകയാണ് എന്ന് പറഞ്ഞതുപോലെയാണ് ഈ വിഷയങ്ങളൊക്കെ. പല സുന്നത്തോടും അഴകുഴമ്പൻ നിലപാട് ഇടക്കാലത്ത് ഈ അബ്ദുസ്സലാം സുല്ലമിയും അയാൾ അനുകൂലിക്കുന്ന ആളുകളുടെയും ശ്രമഫലമായി ഉണ്ടായി. അതിൽ വന്നാണ് താടിയും അതുപോലെ കാര്യങ്ങളൊക്കെ. താടി സമൃദ്ധമാക്കാൻ ധാരാളം ഹദീസിലൂടെ പഠിപ്പിക്കപ്പെട്ടു. ഇയാൾ പറഞ്ഞ എന്താ? അതൊക്കെ അന്നത്തെ കാലത്ത് പറഞ്ഞതാ. ആ ഹദീസിലൊക്കെ കാണാം ഖാലിഫുൽ മുശ്രിക്കീൻ, മുശ്രിക്കീനോട് എതിരാവുക, താടി സമൃദ്ധമാക്കുക. അപ്പൊ അന്ന് മുശ്രിക്കീനോട് എതിരാകാൻ വേണ്ടി പറഞ്ഞതാണ്. ഇന്നിപ്പോ മുസ്ലിക്കും മുസ്ലിമും വ്യത്യാസമില്ലല്ലോ, താടി ഉള്ളതും ഇല്ലാത്തതും എല്ലാവരുടെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് ഇന്നിപ്പോ വലിയ വിഷയമല്ല. എന്നാൽ നബിതങ്ങൾ പറഞ്ഞ താടി ഇന്നും മുസ്ലിക്കീങ്ങൾക്കില്ല, അത് സലഫിയൊക്കെ ഉണ്ടാവുള്ളൂ. മുസ്ലിക്കീനോട് എതിരാവുക, താടി സമൃദ്ധമാക്കുക എന്നാ പറഞ്ഞത്. മുസ്ലിക്കീങ്ങൾക്കും താടി ഉണ്ട്. അബൂജഹൽ ക്ലീൻ ഷേവ് ഒന്നല്ല, അബൂജഹലും അബൂലഹബും ക്ലീൻ ഷേവ് അല്ല, താടി അവർക്കുണ്ട്. പിന്നെ എന്താ വ്യത്യാസം? അവർ സമൃദ്ധമാക്കൂല, അവിടെ എതിരാകണേ. അവർ സമൃദ്ധമാക്കില്ല, നിങ്ങൾ സമൃദ്ധമാക്കുക, അവരോട് എതിരാവുക. താടിയെ വെറുതെ വിടുക, അവരോട് എതിരാവുക. ഒരു വെറുതെ വിടൂല, അവര് വെറുതെ വിടൂല. ഒരു ഇടക്കിടക്ക് അത് വെട്ടി ലെവലാക്കി ഒരു ചേലും കൊല്ലാക്കി കൊണ്ടെടുക്കും. അങ്ങനെ നമ്മുടെ നാട്ടിലും ശിർക്കി നമ്മൾ സമ്മാനിക്കുന്നത് വലിയ കാര്യം. എല്ലാ വെള്ളിയാഴ്ചയും ബാബർ ഷാഫക്കേരി ഒന്ന് മുഖം നന്നാക്കിയാൽ ഒരു ഈമാണ്ടാവുള്ളൂ എന്നാ പോലെ വെപ്പ്. അതന്നെയാണ് എതിരാവല്. അപ്പൊ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു ഒപ്പിച്ചു. പിന്നെ ഹദീസ് തേടി പിടിച്ച് ഇയാളല്ലാത്ത മനുഷ്യന്മാർക്കും ഹദീസ് പഠിഞ്ഞപ്പോ അവര് പറഞ്ഞു ഇത് ശരിയല്ലോ, ഇയാൾ പറഞ്ഞ വ്യാഖ്യാനം അയാൾ. അപ്പൊ കുറെ കാലം ഇയാളെ വഴുതിട്ടിട്ട് താഴെയൊക്കെ വടിച്ച് ഉഷാറാക്കി നടന്ന് ഇങ്ങനെ ജീവിച്ച് ശീലായ മനുഷ്യൻ പറയാ ഔ ഇത് പറഞ്ഞ കുറച്ച് അധികമാണ്, മറ്റതാണ് സുഖം. സുഖം മറ്റതായിരിക്കാം, പക്ഷെ അതുകൊണ്ട് ദീന് മാറൂതല്ലോ. അപ്പൊ അനുഷ്ഠാന തീവ്രത എന്ന് ഇപ്പൊ ചില മനുഷ്യന്മാര് ആസൂത്രിതമായും പ്രചരിപ്പിക്കുന്നുണ്ട്. സലഫികളെ മൂന്നാക്കി തിരിച്ചിട്ട് തീവ്രവാദി സലഫി എന്ന് വരെ പ്രസംഗിച്ച ഡോക്ടർമാരൊക്കെ ഉണ്ട്. എങ്ങനെയൊക്കെ ഡോക്ടറേറ്റ് കിട്ടിന നമുക്ക് അത്ഭുതം. ഏതായിരുന്നാലും അതിന്റെ ഒരു സ്വാധീനം തന്നെയാണ് ആ പ്രചാരണങ്ങൾ നാട്ടിൽ നടക്കുന്നത്. ഇനി മറ്റൊന്ന് ചോദ്യത്തിൽ സൂചിപ്പിച്ച രണ്ടാമത്തെ ഭാഗം, ദുആ കേൾക്കാൻ റഖീബ് അതീദിന് കഴിയില്ല എന്ന് എന്റെ ഒരു പ്രസംഗത്തിൽ ഞാൻ സൂചിപ്പിച്ചു. ശരിയാണ്, റഖീബ് അതീദിന് മാത്രമല്ല റഹ്മാനായ റബ്ബല്ലാത്ത ഒരു വടപ്പിനും ദുആ കേൾക്കാൻ കഴിയില്ല. അള്ളാഹിനെ കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തിയത് അള്ളാഹുവാണ് എന്നാണ്. ദുആ കേൾക്കുന്നവൻ അല്ലാഹ്, മുജീബു ദുആ, ദുആക്ക് ഉത്തരം ചെയ്യുന്നവൻ അല്ലാഹ്. ഇവിടെ ജിന്നിനെ വിളിച്ച വിളി കേട്ട് ഉത്തരം ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചിട്ടാണ് നമുക്കെതിരെ ഈ വക എല്ലാ ഒച്ചപ്പാടും നടത്തുന്നത്. എന്നിട്ട് ഓൻ തന്നെയാണ് പടച്ച റബ്ബല്ലാ ദുആ കേൾക്കൂല എന്ന് പറഞ്ഞത് ക്ലിപ്പിട്ടിട്ട് തിരിച്ചിങ്ങോട്ട് അടിക്കുന്നതും. യഥാർത്ഥ ദുആ എന്നുള്ളത് ഒരു മനുഷ്യന്റെ കൽബാണ്. അതിന് പദങ്ങൾ വേണമെന്നില്ല, അത് നാവ് കൊണ്ട് ഉച്ചരിക്കണമെന്നില്ല. സംസാരിക്കാൻ കഴിയാത്ത ഒരാളും ദുആ ചെയ്യുന്നുണ്ട്. അയാൾ ദുആ എവിടുന്ന? വാക്ക് കൊണ്ടാണോ? അല്ല, ദുആ ഖൽബിൽ നിന്നാണ്. അത് ദുആ എല്ലാ ഇബാദത്തും. ആ ദുആ കേൾക്കാനും അറിയാനും സ്വീകരിക്കാനും ഉത്തരം ചെയ്യാനും റഹ്മാനായ റബ്ബിനെ കഴിയൂ. ആ ദുആക്ക് ഉപയോഗിക്കുന്ന പദങ്ങളും ആ ദുആന്റെ ഭാഗമായി ചെയ്യുന്ന ചെയ്തികളും കാണാനും കേൾക്കാനും എല്ലാവർക്കും കഴിയും, സംശയമൊന്നുമില്ല. ഞാനിവിടെ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഗ്ഫിർലി, നിങ്ങളെല്ലാവരും കേട്ടല്ലോ, നിങ്ങളെല്ലാവരും കേട്ടു. അപ്പൊ നിങ്ങൾ ദുആ കേൾക്കും എന്ന് പറയാൻ കഴിയോ? ഈ ഒരു അർത്ഥത്തിൽ വേണമെങ്കിൽ പറയാം. ദുആയുടെ ബാഹ്യമായ പദം കേൾക്കുന്നു. ഒരാൾ കൈ പൊക്കി, കാണുന്നത് എന്ത് മനസ്സിലാവും? അയാൾ ദുആ ചെയ്യാണ്. അയാൾ ഉച്ചരിക്കുന്നില്ല, മിണ്ടുന്നില്ല, കൈ ഇങ്ങനെ പൊക്കി നിൽക്കുന്നുണ്ട്, എല്ലാവർക്കും മനസ്സിലായി പ്രാർത്ഥിക്കുകയാണ്. അയാളുടെ ഈ ദുആക്ക് അയാൾ ഉപയോഗിച്ച ഈ രീതി അത് മറ്റവൻ കണ്ടു. പക്ഷേ ഈ കൈ പൊക്കിയത് ഇഖ്ലാസോട് കൂടിയാണ്. പ്രാർത്ഥിച്ച പ്രാർത്ഥന ആത്മാർത്ഥമായിട്ടാണ്.
പ്പിക്കാനാണോ, ഇതിനുള്ളിൽ അവന്റെ ഉദ്ദേശം എന്താണ് എല്ലാം ഉൾക്കൊള്ളുന്ന അതുമായി ബന്ധപ്പെട്ട അറിവ് അത് റഹ്മാനായ റബ്ബിന് മാത്രമേ ഉള്ളൂ. ഏറ്റവും വലിയ രസം, ഇപ്പൊ 4 ദിവസം മുമ്പ് മഞ്ചേരിയിൽ ഒരു മുഖാമുഖം സംഘടിപ്പിച്ചു. മുഖാമുഖന് പേരേ ഉള്ളൂ, പക്ഷെ മുഖാമുഖം ആകലില്ല. മുഖാമുഖം എന്ന് പറയും, 10-10:30 മണി വരെ പ്രസംഗിക്കും. അവസാനം പിന്നെ ചോദ്യം ചോദിക്കാൻ ഇപ്പൊ സമയം വൈകിട്ടുണ്ട്, അത്യാവശ്യമുള്ള ചോദിക്കാന്ന് പറയും. 1-2 ചോദ്യം ചോദിച്ചു സമയം കഴിഞ്ഞു, പിരിച്ചുവിടുകയും ചെയ്യും. പേര് മുഖാമുഖം എന്നാണ്. നമ്മളെ മുഖാമുഖങ്ങള് കണ്ടവർക്കറിയാം. നമ്മള് പരമാവധി സമയം ആളുകൾക്ക് ചോദ്യം ചോദിക്കാൻ കൊടുക്കുക, അതും യഥേഷ്ടം ചോദിക്കാൻ കൊടുക്കുക. ചുങ്കത്തിലൊക്കെ നമ്മൾ പോസ്റ്റ് ഇറക്കിയതിന് ആർക്കും ചോദിക്കാവുന്ന. ഏതായിരുന്നാലും അവിടെ അബ്ദുൽ നാസർ സുല്ലമി എന്ന മടവൂരി, അയാള് ഈ പറഞ്ഞ സൂപ്പർ ബസാർ CD എന്നുള്ള എന്റെ പ്രസംഗത്തിന് അയാള് ഭയങ്കര പരിഹാസം. കണ്ടോ, കൂടെ റഖീബത്ത് ചെയ്ത് ദുആ കേൾക്കുക എന്നാണ് ഇയാള് പറയണത്, ഇയാൾക്ക് എന്ത് ഇൽമുള്ളത് എന്ന് പറഞ്ഞ് ഭയങ്കര പരിഹാസം. ദുആ കേൾക്കും എന്ന് പറഞ്ഞ മൂപ്പര് പറഞ്ഞത്. അതൊക്കെ കഴിഞ്ഞ് ചോദ്യോത്തര സമയത്ത് ഒരാൾ ചോദിച്ചു, അള്ളാഹു മാത്രമേ ദുആ കേൾക്കൂ എന്നാണല്ലോ ഖുർആൻ പഠിപ്പിക്കുന്നത്, നിങ്ങൾ പറഞ്ഞു റഖീബത്ത് ദുആ കേൾക്കുമെന്ന്, അപ്പോൾ അള്ളാഹുവിന്റെ സിഫത്തിൽ പങ്കു ചേർക്കലായില്ലേന. അപ്പൊ നാസർ സുല്ലമി പിന്നെ എഴുന്നേറ്റില്ല, പകരം അനസ് മുസ്ലിയാർ എഴുന്നേറ്റു. അയാൾ പറഞ്ഞു, ദുആ എന്ന് പറഞ്ഞാൽ എന്താ? 2 രൂപത്തിലുണ്ട്. ഒന്ന് കൽബ് എന്നുള്ള തേട്ടം, അത് റബ്ബ് മാത്രമേ കേൾക്കൂ. എന്നാൽ നാവ് കൊണ്ടുള്ള ബാഹ്യമായ പദങ്ങൾ അത് ആരും കേൾക്കും, റഖീബും കേൾക്കും, അത്തീലും കേൾക്കും. അത് കേൾക്കുക എന്ന് ആർക്കും പറയാൻ കഴിയില്ല. സാക്ഷാൽ പ്രാർത്ഥന റബ്ബ് മാത്രമേ കേൾക്കുള്ളൂ. അപ്പൊ ചോദ്യകർത്താവ് ചോദിച്ചാൽ ഇത് തന്നെയല്ലേ ഫൈസൽ മുസ്ലിയാരും പറഞ്ഞത്, പിന്നെന്താ ക്ലിപ്പിട്ടത്? ഇത് തന്നെയല്ല അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് ആ ക്ലിപ്പിട്ടിട്ട് എന്തിന് ഈ കോലത്തിൽ വ്യാഖ്യാനിക്കുന്നു? അപ്പൊ അതാണ് വസ്തുത. ഇന്നലെയോ മിനഞ്ഞാണോ എറണാകുളത്ത് വന്ന മുഖാമുഖത്തിന് പിന്നെയും കളം മാറ്റി. അനീഫ് കായക്കൂടെ ഒന്നുകൂടി മറിച്ചിട്ടു. അനസ് മുസ്ലിയാർ പറഞ്ഞത് ക്ഷീണമായും തോന്നിയപ്പോ ആ ക്ഷീണം തീർക്കാൻ വേണ്ടി അവിടെ കായക്കൂടെ ഒന്നുകൂടി മാറ്റി ചവിട്ടി. റഖീബത്ത് കേൾക്കുമെന്ന കോലത്തിലാണ് മൂപ്പർ അവിടെ നിന്ന് അവതരിപ്പിച്ചത്. അപ്പൊ ഏതായിരുന്നാലും ദുആ എന്നുള്ളത് ഒരു മനുഷ്യൻ ചെയ്യുന്ന ഇബാദത്താണ്, അത് അവന്റെ കൽബിൽ നിന്നാണ്. അതുകൊണ്ടാണ് അള്ളാഹു അശ്രദ്ധമായ കൽബിന്റെ ദുആക്ക് ഉത്തരം ചെയ്യില്ല എന്ന് ഹദീസിൽ കാണാം. ആത്മാർത്ഥമായ ശ്രദ്ധയോടുകൂടി ഇജാബത്ത് കിട്ടുമെന്ന ഉറപ്പോടെ ചോദിക്കണം. കാരണം ലാ യസ്തജീബുല്ലാഹു, അള്ളാഹു തആല ഉത്തരം ചെയ്യില്ല. ഓഫിലായ ലഹുവിനോട് കൂടിയുള്ള കൽബിൽ നിന്നുള്ള തേട്ടത്തിന് അള്ളാഹു ഉത്തരം ചെയ്യില്ല. അപ്പൊ തേട്ടം കൽബെന്നാണ്. ആ തേട്ടം കേൾക്കാനും അറിയാനും ഉത്തരം ചെയ്യാനും എല്ലാം റഹ്മാനായ റബ്ബിന് മാത്രമേ കഴിയൂ, അല്ലാതെ ഒരാൾക്കും കഴിയില്ല. ബാഹ്യമായ പദങ്ങളാണെങ്കിൽ അത് ആർക്കും കേൾക്കാം. ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ പറഞ്ഞ് അല്ലാഹു മുഗ്ഫിർലി എന്ന് ഞാൻ ദുആ ചെയ്താൽ നിങ്ങൾ എല്ലാവരും കേൾക്കും. അതോട് നാളെ മുതൽ ഞാനും ദുആ കേൾക്കുന്നവനാണ് എന്ന് പറഞ്ഞെടുക്കാൻ നമുക്ക് വകുപ്പുണ്ടോ? ഇല്ല. അതാണ് അവിടെ ഉദ്ദേശിച്ചത്. അപ്പൊ ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ അടുത്താക്കാം. അസ്സലാമു അലൈക്കും. കൊട്ടപ്പുറം സംവാദത്തിൽ കാന്തപുരം ഇസ്തിഗാസക്ക് തെളിവായി ആയത്ത് ദുർവ്യാഖ്യാനിച്ചതുപോലെ ഫൈസൽ മുസ്ലിയാർ കോയിച്ചന സംവാദത്തിൽ ജിന്നിനോടുള്ള സഹായതേട്ടം ശിർക്കല്ല എന്ന താങ്കളുടെ പിഴച്ച വാദത്തിന് സൂറത്തുൽ അൻആമിലെ 128 ആയത്ത് ദുർവ്യാഖ്യാനിച്ചുവല്ലോ. എങ്കിൽ പിന്നെ താങ്കളും കാന്തപുരം തമ്മിൽ എന്താ വ്യത്യാസം? ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ മുൻകാല പണ്ഡിതന്മാർ ഉമർ മൗലവി, KM മൗലവി, അമാനി മൗലവി, ഇവർക്കൊന്നും ഈ ആയത്ത് മനസ്സിലായില്ലേ? എല്ലാവർക്കും ആയത്ത് മനസ്സിലായിട്ടുണ്ട്. അവരെല്ലാം ആ ആയത്തിനെ മനസ്സിലാക്കിയത് ഞാൻ ആ പറഞ്ഞ അർത്ഥത്തിൽ തന്നെയാണ്. മറിച്ച് ഒരാളും മനസ്സിലാക്കിയിട്ടില്ല. അൻആമിലെ 128 ആയത്തിൽ നിന്ന് ജിന്നിനോടുള്ള ഏത് ഇസ്തിംതാവും ശിർക്കാണ് എന്ന് രേഖപ്പെടുത്തിയ ഒരൊറ്റ തഫ്സീറും ലോകത്ത് കാണില്ല. അവിടെയാണ് കാന്തപുരത്തിന്റെ ഓത്തും എന്റെ ഓത്തും നമ്മുടെ വ്യത്യാസം. കാന്തപുരം ഓതിയത് മുഹീദ്ദീൻ ഷെയ്ഖെ സഹായിക്കണേ എന്ന് വിളിക്കാൻ തെളിവുണ്ട് കേട്ടാ. ഞാൻ ഓതിയത് ജിന്നെ സഹായിക്കണം എന്ന് വിളിക്കാൻ പാടില്ല എന്ന് പറയാനാ. അത് ഏറ്റവും വലിയ വ്യത്യാസം. ഒരാള് വിളിക്കാം എന്ന് പറയാൻ, ഒന്ന് വിളിച്ചുകൂടാ എന്ന് പറയാൻ. പിന്നെ എങ്ങനെ ഒന്നാകാം?
അതായത് കോഴിച്ചന സംവാദം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ പരസ്പരം സമാധാനിപ്പിക്കാൻ പോലും കഴിയാത്ത വിധം ക്ഷീണിതരായിട്ടാണ് ഒരു 3 ആളും പുറത്തിറങ്ങിയത്. സംവാദം കഴിഞ്ഞ് ഇറങ്ങുമ്പോ മധ്യസ്ഥനായ നാണിഹാജിയോട് ഒരാൾ ചോദിച്ചു, അല്ല എന്താ നിങ്ങളുടെ അഭിപ്രായം? മൂപ്പർ താഴത്ത് നോക്കിയിട്ട് പറഞ്ഞു, 2 ആളും പറഞ്ഞ ഉഷാറാണ്, 2 ആളും ഉഷാറാണ് പറഞ്ഞത്. അതേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ആ സംവാദം കഴിഞ്ഞ് ഇറങ്ങിയപ്പോ നമ്മൾ ആ സീഡ് കണ്ട ആൾക്കറിയാം ആ സംവാദത്തിലുള്ള അവരുടെയൊക്കെ മുഖഭാവങ്ങളും അതിന് എന്താണ് സംഭവിച്ചതെന്നും വളരെ കൃത്യമായി ബോധ്യമായി. സംഘടിപ്പിച്ച ആളുകൾ തന്നെ പിന്നെ പറഞ്ഞുവെന്ന് കേട്ടു, നാസർ സുലൈമി വേണ്ടത്ര ഒരുങ്ങാതെയാണ് വന്നത്. എടവണ്ണ ജാമ്യയിലെ കുട്ടിയോട് ഹംസ ബാക്കവി പറഞ്ഞത്രേ, ഞാൻ അയാളുടെ പല പ്രാവശ്യം പറഞ്ഞതാ, ശരിക്കൊന്ന് വായിച്ച് പഠിച്ച് പോയാൽ മതി, ഓനെ കേട്ടില്ല. ഞാൻ കുറച്ച് ഇബാറത്തൊക്കെ എഴുതി കൊടുത്തു, അത് പറഞ്ഞിട്ട് വായിക്കാനും കഴിഞ്ഞില്ല എന്ന് കിതാബ് എടുത്തുകൊടുക്കാൻ വേണ്ടി എന്ന പേരിൽ കൊണ്ടുവന്ന ഹംസ ബാക്കവി പറഞ്ഞു എന്നാണ് അവിടുത്തെ കുട്ടിയോട് പറഞ്ഞത്. അപ്പൊ ഏതായിരുന്നാലും ആ ഒരു ജാള്യത മറച്ചു വെക്കണം. അതിനുള്ള ഒരു പണിയാണ് വൈകുന്നേരം ഇറങ്ങിയിട്ട് നെറ്റിലാണ് പ്രചരിപ്പിച്ചു. ഇതാ പുതിയ ആയത്തുമായി ഇറങ്ങിയിരിക്കുന്നു. ഓർക്ക് ആയത്ത് തിരിയാത്തിന് നമ്മളെന്താ ചെയ്യാ? ആയത്തിൽ നിന്ന് ജിന്നുകളുമായി ബന്ധപ്പെട്ട ഇസ്തിംതാഇന്റെ എല്ലാ വകുപ്പുകളെയും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഖുർആൻ വ്യാഖ്യാതാക്കള്, അഖീദ ഗ്രന്ഥം രചിച്ച പണ്ഡിതന്മാര് എല്ലാവരും വിശദീകരിച്ചിട്ടുണ്ട്. ഇത് അപ്പുറം ഒരു വ്യാഖ്യാനം ഒരാളും പറഞ്ഞിട്ടില്ല. ഇസ്തിംതാഇന് ശിർക്കായതേ ഉള്ളൂ, അല്ലാത്ത ഇസ്തിംതാഇല്ല എന്ന് ലോകത്തിന്റെ വരെ ഒരാളും പറഞ്ഞിട്ടില്ല. അമാനി മൗലിയും പറഞ്ഞിട്ടില്ല, ഉമർ മൗലിയും പറഞ്ഞിട്ടില്ല, ഉസ്മാൻ സാഹിബും പറഞ്ഞിട്ടില്ല. ഇനി അല്ലാത്ത മറ്റു ലോക അടിസ്ഥാനത്തിലുള്ള പണ്ഡിതന്മാരാണെങ്കിലും ഒരാളും തന്നെ ഈ ആയത്ത് വെച്ചിട്ട് ഈ ആയത്തിൽ പറഞ്ഞ ഇസ്തിംതാഇ ശിർക്കായ ഇസ്തിംതാഇ മാത്രമാണ്, അല്ലാത്തൊരു ഇസ്തിംതാഇ ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. എന്താ ആയത്ത്? പരലോകത്ത് അല്ലാഹു തആല എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്നു. ജിന്നുണ്ട്, മലക്കുണ്ട്, മനുഷ്യനുണ്ട്, മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്, എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടും. അവിടെ റബ്ബിന് പുറമെ ആരാധിക്കപ്പെട്ട ആരാധ്യന്മാരും അവരെ ആരാധിച്ചവരും അതും ഒരുമിച്ച് കൂടും. അങ്ങനെ റബ്ബല്ലാത്തവരെ ആരാധിച്ച ഈ ആരാധ്യന്മാരും ആരാധകന്മാരും ഒന്നിച്ചുകൂടി അല്ലാഹു തആല 2 കൂട്ടരും വിചാരണ ചെയ്യും. ഈസാ നബി ആരാധിച്ചവരും ഈസാ നബിയും ഒരുമിച്ച് കൂട്ടപ്പെടും. ഈസാ നബിയോട് ചോദിക്കും, യാ ഈസാ അഅൻത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വഉമ്മിയ ഇലാഹൈനി മിൻ ദൂനില്ലാ, എന്നെയും എന്റെ ഉമ്മയെയും ഇലാഹാക്കണമെന്ന് നീയാണോ ഈസാ പറഞ്ഞത്? ഈസാ നബി മറുപടി പറഞ്ഞു, റബ്ബേ ഞാൻ പറഞ്ഞിട്ടില്ല, ഞാനത് അറിയില്ല, ഞാൻ ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞ ഈസാ നബി ഒഴിവാകും. ആരെയെല്ലാം ആരാധിച്ചുവോ അവരെയും അവരെ ആരാധിച്ച ആരാധകന്മാരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ചോദിക്കും ഇതേ ചോദ്യം. ഹദീസിൽ കാണാം, അവിടുന്ന് പറയപ്പെടും, തങ്ങൾ ആരെയാണോ ആരാധിച്ചത് അവരെ കൂടെ കൂടുക എന്ന് പറയും. അപ്പൊ സൂര്യനെ ആരാധിച്ചവർ സൂര്യന്റെ കൂടെ കൂടും, ചന്ദ്രനെ ആരാധിച്ചവർ ചന്ദ്രന്റെ കൂടെ കൂടും, അല്ലാത്തവർ ആരാധിച്ചവർ അവരെ കൂടെ കൂടും. ആ കൂട്ടത്തിൽ ജിന്നുകളെ ആരാധിച്ചവരും ജിന്നുകളും ഒരുമിച്ച് കൂടും എന്ന് റബ്ബ് ചോദിക്കും. യാ മഅ്ശറൽ ഇൻസ് യാ മഅ്ശറൽ ജിന്നി ഖദ് ഇസ്തക്സർതും മിനൽ ഇൻസി, ജിന്ന് സമൂഹമേ നിങ്ങൾ ധാരാളം ഇൻസുകളെ വഴിപഴപ്പിച്ചുവല്ലോ എന്ന് ഇവരോട് ചോദിക്കും. അപ്പൊ ഈ ഇൻസുകൾ പറയും, വഖാല ഔലിയാഉഹും മിനൽ ഇൻസി, ഈ ജിന്നുകളെ വലിയായി സ്വീകരിച്ച, ജിന്നുകളുമായി വിലായത്ത് സ്ഥാപിച്ച, ജിന്നുകളെ ആരാധിച്ച, ജിന്നുകളെ പൂജിച്ച, ശിർക്ക് ചെയ്ത ഈ ആളുകൾ പറയും, റബ്ബനസ്തംതഅ ബഅദുനാ ബിബഅദിൻ, റബ്ബേ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരമെടുത്തു, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരമെടുത്തു. വബലഗ്നാ അജലന അല്ലദീ അജ്ജൽത ലനാ, അങ്ങനെ ഞങ്ങൾക്ക് നീ നിശ്ചയിച്ച അവധി എത്തുകയും ചെയ്തു. ഇപ്പൊ ഞങ്ങൾക്ക് ബോധ്യമായി അതെല്ലാം അപകടമായിരുന്നു. അപ്പൊ അല്ലാഹ് പറയും, ഖാലന്നാറു മസ്വാകും ഖാലിദീന ഫീഹാ, നിങ്ങളെ സങ്കേതം നരകമാണ്, നിങ്ങളത് ശാശ്വതരാണ്. ഇല്ലാ മാഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചത് ഒഴികെ, അല്ലെങ്കിൽ അല്ലാഹു ഉദ്ദേശിച്ചവർ ഒഴികെ. ഇതാണ് ആയത്ത്. അപ്പൊ ഈ ആയത്തിൽ നിന്ന് ഒരുപാട് സംഗതി കിട്ടി. ഒന്ന്, ഇസ്തംതഅ ബഅദുനാ ബഅദൻ, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരമെടുത്തു എന്ന ആശയം.
പരസ്പരം ഉപകാരമെടുത്തു. അപ്പൊ അങ്ങോട്ടും ഉപകാരം എടുക്കലുണ്ട്, ഇങ്ങോട്ടും ഉപകാരം എടുക്കലുണ്ട്. അപ്പൊ നാസസ്വലമി പറഞ്ഞ സബബയ്യത്ത് പൊളിഞ്ഞു. നമുക്ക് അങ്ങോട്ട് ജിന്നിനെ വിളിച്ചാൽ ജിന്നിങ്ങോട്ട് കേൾക്കുന്നു പറയാൻ എന്ത് കാര്യകാരണ ബന്ധമുള്ളത് വെച്ചല്ലോ അത് പൊളിഞ്ഞു അവിടെ. അതോടൊപ്പം ഈ ഇടപാടുണ്ട്. ഈ ഇടപാട് ആർക്കെല്ലാം എപ്പോഴെല്ലാം എങ്ങനെയെല്ലാം എന്തിനെല്ലാം കിട്ടും? ജിന്നിനെ വലിയാക്കിയവർക്ക് ഉണ്ടെന്ന് ഉറപ്പായി ആയത്തുനിന്ന്. അവർ ചെയ്തതെല്ലാം ശിർക്കുമാണ്. ജിന്നുകളെ വലിയായി സ്വീകരിച്ച ഈ ഔലിയാഉൽ ജിന്നി ഔലിയാഉൽ ഇൻസി എന്ന് പറഞ്ഞ ജിന്നുകളെ വലിയായി സ്വീകരിച്ച ഇൻസുകൾ അവർ ചെയ്ത ഇസ്തിംതാ ശിർക്ക് തന്നെ. അതുകൊണ്ട് അവർക്ക് നരകം ശാശ്വതം തന്നെ. എന്നാൽ അവർക്ക് മാത്രമേ ഇസ്തിംതാ ഉണ്ടാവൂ? അല്ല. ഈ വിലായത്ത് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ജിന്നുകൾ പലരെയും പിടിക്കാൻ ശ്രമിക്കും. ഇവന്റെ വലിയാക്കി മാറ്റാൻ, ഇവന്റെ പൂജകനാക്കി മാറ്റാൻ, ഇവന്റെ ആരാധകനാക്കി മാറ്റാൻ, ഇവനോട് പ്രാർത്ഥിക്കുന്നവനാക്കി മാറ്റാൻ, അങ്ങനെ ശിർക്കിൽ പോയി ചാടാൻ വേണ്ടി ജിന്നുകൾ പലരെയും ഉപയോഗപ്പെടുത്താൻ നോക്കും. പലർക്കും പല സഹായങ്ങളും ചെയ്തു കൊടുക്കും. അങ്ങനെയാണ് ചിലര് സിദ്ധന്മാരെ രംഗത്ത് വരുമ്പോൾ അവർക്ക് കറാമത്ത് എന്ന പേരിൽ ചില അനുഭൂതികൾ ഉണ്ടാകും. ഇവൻ വിചാരിക്കും കറാമത്താണ്, അതിന്റെ പിന്നാലെ പോകും. യഥാർത്ഥത്തിൽ ശൈത്താന് കിട്ടുന്ന ആസ്വാദനമായിരിക്കാം. ഇത് അവൻ വിശ്വസിക്കുന്നു, അത് അവന്റെ ആളുകൾ പ്രചരിപ്പിക്കുന്നു, അത് പുസ്തകം എഴുതുന്നു, നാട് നീള കറാമത്തായി പ്രചരിക്കുന്നു. അങ്ങനെ അവസാനം ഇവനെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ആളുകൾ തയ്യാറാകുന്നു. ഈ ശിർക്ക് ചെയ്യിക്കാൻ വേണ്ടി മറ്റൊന്നാദ്യം ഇപ്പണിയെടുക്കും. അങ്ങനെ ഇസ്തിംതാഴുണ്ട്. അതിന് കിട്ടാത്തവരെ അല്ലാത്ത വഴിയിൽ ഉപകാരം ചെയ്തു കൊടുക്കും. എന്നിട്ട് അവരെ പിടിച്ചുകൊണ്ടുപോയി അവസാനം ശിർക്ക് ചെയ്യിപ്പിക്കും. അപ്പൊ ശിർക്കായതുണ്ട്, ശിർക്കിലേക്ക് എത്തിക്കാൻ വേണ്ടി അവൻ ചെയ്യുന്ന പണികളുണ്ട്. അതിനാണ് വസിയത്തു ശിർക്ക് എന്ന് പറയാം. മാത്രമല്ല ഈ ആയത്ത് ഓതിയിട്ട് തന്നെ വസിയത്തു ശിർക്ക് വിശദീകരിച്ച എത്ര പണ്ഡിതന്മാർ ലോകത്തുണ്ട്. വസിയത്തു ശിർക്ക് എന്ന പദം തന്നെ ഉദാഹരണമായി സ്വാലിഹ് അൽ ശൈഖിന്റെ അത്തംഹീദ് എന്ന കിതാബിൽ പന്നിപ്പാറ സംവാദത്തിൽ വായിച്ച ഭാഗമുണ്ടല്ലോ. പന്നിപ്പാറ സംവാദം കേട്ടോളിക്കറിയാം. സലശ്വാള പള്ളി വായിച്ച് കുടുങ്ങിയ ഒരു ഇബാറത്തുണ്ടല്ലോ. ഇലാജ് വിഷയത്തിൽ, റുഖിയയുടെ വിഷയത്തില് ഇസ്തിആനത്തും ജിന്ന് രണ്ടെണ്ണുണ്ട്. വസീലയായതുണ്ട്, ശിർക്കായതുണ്ട് എന്ന് രണ്ടെണ്ണുണ്ട് അവിടെ പറഞ്ഞല്ലോ അയാള്. അതേ വാചകത്തിൽ തന്നെ അവസാനം ആളു ശൈഖ് പറഞ്ഞെന്താ, അതുകൊണ്ട് ജിന്നോളെ ഇസ്തിആനത്തെല്ലാം ശിർക്കിലേക്കുള്ള വസീലയോ ആണ് എന്ന് പറഞ്ഞിട്ട് തെളിവൂർത്ത എന്താ എന്ന ഈ ആയത്ത. ഈ ആയത്ത് കൊടുത്തിട്ടാ പറഞ്ഞത് മിൻഹാ മാ ഹുവ ശിർകുൻ വമിൻഹാ മാ ഹുവ വസിയത്തുൻ ഇല ശിർകി. ശിർക്കായതുണ്ട്, ശിർക്കിലേക്ക് വസീലയായതുണ്ട്. തെളിവെന്താ ഈ ആയത്ത്. ശൈഖ് ഫൗസാന്റെ ഫതാവയിൽ അദ്ദേഹം പറഞ്ഞു, വമഅലൂമുൻ, അറിയപ്പെട്ട കാര്യമാണല്ലോ, അന്നൽ ഇസ്തിആനത ബിൽ ജിന്നി ലാ തജൂസ്, ജിന്നോട് ഇസ്തിആനത്ത് ജായിസ് അല്ല, അനുവദനീയമല്ല. കാരണം എന്താ? ലിഅന്നഹു ത്വരീഖുൻ വവസീലത്തുൻ ഇല ശിർകി, അത് ശിർക്കിലേക്കുള്ള വഴിയാണ്, വസീലയാണ്, ശിർക്കിലേക്കുള്ള വസീലയാണ്. ലിഅന്നല്ലാഹ യഖൂൽ, പറയുന്നു റബ്ബന ഇസ്തംതഅ ബഅദുനാ ബിബഅദിൻ എന്ന ഈ ആയത്ത്. പിന്നെ ഇപ്പൊ അവസാനം പറഞ്ഞിപ്പിച്ചെന്താ, അത് ഇസ്തിംതാ അല്ലേ, ഞങ്ങൾ ചോദിച്ച ഇസ്തിആനത്താണ്. ഇതാ ഞാൻ എറണാകുളത്ത് അനീഫ് കായ്ക്കൂടെ അങ്ങനെയാ പറഞ്ഞത്. അവിടെ ചോദിച്ചത് ഇസ്തിആനത്താണ്, ഇയാൾ പറഞ്ഞത് ഇസ്തിംതാ ആണ്. ഇസ്തിംതായിൽ ശിർക്കുണ്ട്, വസീലയുണ്ട്, അതിൽ നമുക്ക് തർക്കമില്ല എന്നാ. അങ്ങനെ വരട്ടെ, അങ്ങനെ വരട്ടെ. ഇസ്തിംതായിൽ ശിർക്കുണ്ട്, വസീലയുണ്ട്, അതിൽ തർക്കമില്ല. ഇസ്തിംതായിൽ പല സൈസ് ഉണ്ട്. ഉപകാരമെടുക്കല്ല, പരസ്പരം ഉപകാരമെടുക്കൽ. അതിലെ ഒരു വകുപ്പാണ് സഹായം ചോദിക്കുക, സഹായം കൊടുക്കുക. ഇസ്തിംതായിൽ ഒരു വകുപ്പാണ്. ഇസ്തിംതായിൽ പല സൈസ് ഉണ്ട്. ഓൻ കള്ളുടിക്കാൻ പറയും, ഇവൻ കള്ളു കുടിക്കും, അത് ഇസ്തിംതാണ്. പറയും, ഇവൻ വ്യഭിചരിക്കും, അത് ഇസ്തിംതാണ്. ഇവൻ ചോദിക്കും, അവൻ കൊണ്ടുവന്ന് കൊടുക്കും, അത് ഇസ്തിംതാണ്. അവൻ ചോദിക്കും, ഇവൻ കൊണ്ടുപോയി കൊടുക്കും, അത് ഇസ്തിംതാണ്. അവൻ കളവ് പറയാൻ പറയും, ഇവൻ കളവ് പറയും, അതൊരു ഇസ്തിംതാണ്. അവൻ മുടി കൊണ്ടുവന്ന് കൊടുക്കും, ഇവൻ ആ മുടി വിൽക്കും, അതൊരു ഇസ്തിംതാണ്. ഒക്കെ ഇസ്തിംതാണ്. റസൂലുള്ളാഹിനെ മുടിയിട്ട് മറ്റേ കൈ കൊണ്ടുവന്നില്ലേ, ഇസ്തിംതാണ്. ശൈത്താൻ എടുത്തുന്ന വേറൊന്നുമല്ല, അതൊക്കെ ഇസ്തിംതാണ്. അപ്പൊ ഇസ്തിംതാന്റെ ഒരു നൗആണ്, ഒരു വകുപ്പാണ് ഇസ്തിആനത്ത്. അപ്പൊ കായ്ക്കൊലി പറഞ്ഞു ഇസ്തിംതാല് ശിർക്കായതുകൊണ്ട് വസീലായതുകൊണ്ട് മതി. ആ ഇസ്തിംതാൽപ്പെട്ടതിനാണ് എന്ത്? ഇസ്തിആനത്ത്.
ഈ തഫ്സീറുണ്ട്. ഇബ്നു കസീർ കാണാം ഇസ്തിംതാ വിശദീകരിച്ചപ്പോൾ ഇസ്തിആനത്ത് തന്നെ ഇബ്നു കസീർ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഈ ആയത്തിന് വിശദീകരണത്തിന് ഇസ്തിംതാന്റെ ആയത്തിന് വിഷയത്തിന് ഇബ്നു കസീർ എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇസ്തിംതാ ശിർക്കായതും വസീലായതും ഉണ്ടെങ്കിൽ സ്വാഭാവികമായി എന്ത് ചെയ്തു? ഇസ്തിആനത്തും അതിൽപ്പെട്ടു. മാത്രമല്ല 10 കൊല്ലം മുമ്പ് 2002 മടവൂരികളുമായി നമ്മൾ ജിന്ന് സിഹ്ർ വിഷയത്തിന് ഒച്ചപ്പാടും ബഹളുണ്ടായപ്പോൾ അന്ന് അവരോട് നമ്മൾ പറഞ്ഞെടുത്തത് എന്താ? ഈ ആയത്ത് തന്നെ. ഈ ആയത്ത് പറഞ്ഞെടുത്തത്. അന്ന് പറഞ്ഞൊക്കെ തൗബ ചെയ്തോലെ പിന്നെ ഇപ്പൊ അത് ഓർമ്മ ഉണ്ടാവൂല. അന്ന് ഇതേ ആയത്ത് പറഞ്ഞിട്ട ഈ ഇസ്തിംതാന്റെ വ്യത്യസ്ത വകഭേദങ്ങൾ വിശദീകരിച്ചു കൊടുത്തത്. അന്ന് നമ്മൾ പറഞ്ഞ ബഹുമാനായ സുബൈർ മങ്കട അന്ന് മടവൂരികൾക്കെതിരെ ഈ ആയത്തോതിട്ട് കൊടുത്തൊരു വിശദീകരണം ഉണ്ട്. ഇപ്പൊ പിന്നെ മൂപ്പരും സബബിന്റെ പിന്നാലെയാണ്. അതിന്റെ സബബമൊക്കെ മനസ്സിലായിട്ടുണ്ട്. ആ അദ്ദേഹവും അന്ന് ഇവർക്കെതിരെ ഈ ആയത്തോതി നൽകിയ വിശദീകരണമുണ്ട്. ഓടിയാണ് ആ ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ മനസ്സിലാവും ആരാണ് കാന്തപുരത്തിനെ പണിയെടുത്തത് എന്നുള്ളത്. ബാക്കി ഇൻഷാ അല്ലാഹ് ഇനി കാന്തപുരത്തിനെ പണിയെടുത്ത് ഞാൻ ശേഷം കാണിച്ചിടും ചെയ്യാം. റെഡി. ക്ലിയറില്ല. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ വേണ്ട, മനസ്സിലാവിട്ട് കഴിഞ്ഞാൽ. അതായത് ഇസ്തിംതാന്റെ വ്യത്യസ്ത വകഭേദങ്ങൾ ഏതെല്ലാം രൂപത്തിൽ ഇസ്തിംതാഴുണ്ട് എന്ന് 10 കൊല്ലം മുമ്പ് ഈ ആയത്തോതിയിട്ട് നമ്മുടെ സ്റ്റേജിൽ നിന്ന് പറഞ്ഞെടുത്തതാ. നമ്മുടെ സ്റ്റേജിൽ നിന്ന് ഈ ആയത്തോതിയിട്ട് അന്ന് വിശദീകരിച്ചു കൊടുത്തു. അന്ന് ആരും പറഞ്ഞില്ല ഇത് കാന്തപുരത്തിന്റെ ശൈലിയാണ് എന്ന്. മാത്രം ഡോക്ടർ ഉസ്മാൻ സാഹിബ് എഴുതിയ മുഖ്യശത്രു എന്ന പുസ്തകം, മനുഷ്യനെ യഥാർത്ഥ ശത്രു എന്ന പേരിൽ ആ പുസ്തകം 2ാം പതിപ്പിറങ്ങിയല്ലോ. അതിന് എന്ന ഈ ആയത്ത് വെച്ചിട്ടാണ് ഉസ്മാൻ സാഹിബ് എല്ലാത്തരം ഇസ്തിംതാഉം വിശദീകരിച്ചത്. ആ ദൈവങ്ങൾക്കുള്ള ഇസ്തിംതാഴ്, മദ്യപാനിക്കുള്ള ഇസ്തിംതാഴ്, മുച്ചീട്ട് കളിക്കാരന് ഇസ്തിംതാഴ് വരെ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം മുച്ചീട്ട് കളിക്കാരന് ആ മുച്ചീട്ടുകളിൽ വ്യാപൃതനാകുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്, അതിലൂടെ ശൈത്താന് കിട്ടുന്ന സുഖവുമുണ്ട്. അതും ഈ ഇസ്തിംതാ ആണ്. അത് ശിർക്കാം. എന്ന വിവരം കിട്ടിയാൽ പോലും അവന് എഴുന്നേറ്റ് പോകാൻ കഴിയില്ല എന്നാണ് ഉസ്മാൻ സാഹിബ് എഴുതിയത്. അതൊരു ഇസ്തിംതാ ആണ്. സാഹിത്യകാരന്മാർക്ക് ലഭിക്കുന്ന ഇസ്തിംതാ ഉസ്മാൻ സാഹിബ് എഴുതിയിട്ടുണ്ട്. സാഹിത്യകാരന്മാർക്ക്, എഴുത്തുകാർക്ക്, പ്രഭാഷകന്മാർക്ക് ലഭിക്കുന്ന ചില ആസ്വാദനങ്ങൾ. അപ്പൊ ഇസ്തിംതാ പല സൈസ് ഉണ്ട്. ചോദിച്ചു കിട്ടുന്നതുണ്ട്, ചോദിക്കാതെ കിട്ടുന്നതുണ്ട്. ചോദിച്ചു കിട്ടുന്നുണ്ട്, ചോദിക്കാതെ കിട്ടുന്നുണ്ട്. ഷെയ്ഖ് സ്വാലിഹുൽ ഫൗസാൻ റഹിമഹുല്ലാ അത് രണ്ടും വിശദീകരിച്ചിട്ടുണ്ട്. ചോദിച്ചു കിട്ടുന്നതും ചോദിക്കാതെ കിട്ടുന്നതും. ചോദിച്ചു കിട്ടുന്നതുണ്ട്, ചോദിക്കാതെ കിട്ടുന്നത് രണ്ടുണ്ട്. ഒന്നും ചോദിക്കാതെ ഇങ്ങോട്ട് വന്ന് ഉപകാരം ചെയ്തു കൊടുക്കും. അങ്ങനെ കിട്ടുകയാണെങ്കിൽ അവൻ ചെയ്യേണ്ടത് പടച്ചറബിനോട് കാവലിനെ തേടണം എന്നിവരെ സ്വാലിഹുൽ ഫൗസാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇസ്തിംതാ പല സൈസ് ഉണ്ട്. ഇത് പറഞ്ഞാണ് ഫൈസൽ മുസ്ലിയാർ ആയത്ത് വ്യാഖ്യാനിച്ചു. എന്തിനേറെ ബഹുമാനായ TP അബ്ദുള്ള കോയ മദനി പണ്ട് നമ്മളെ KNM സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ആള് കോടതി വിധിയോടുകൂടി മൂപ്പര് മണ്ഡലത്തിലേക്ക് ഒതുങ്ങി. ഇപ്പൊ സ്റ്റേറ്റിലും ഇല്ല, ജില്ലയിലും ഇല്ല. കാരണം ജില്ലാ ഇലക്ഷനാണ് അസാധുവാക്കിയത്. അതുകൊണ്ടാണല്ലോ സ്റ്റേറ്റും അസാധുവായത്. സാധാരണ ഈ പാമ്പും കോണും കളിക്കുമ്പോൾ പോയി ഇങ്ങനെ 90ലേക്ക് എത്തുമ്പോ നേരെ പോവുക 4ലേക്ക് എന്ന് പറഞ്ഞ പോലെ സ്റ്റേറ്റിലെത്തി കസേരയിൽ കയറി ഇരുന്നപ്പോഴാണ് അവിടുന്ന് ഒരു പാമ്പിന്റെ വാല് നേരെ തിരിച്ചു പോവുക മണ്ഡലത്തിലേക്ക്. സ്റ്റേറ്റ് ഡയറക്റ്റ് മണ്ഡലത്തേക്കാണ് പോകുന്നത്. ഒരു പക്ഷെ ലോക ചരിത്രത്തിന് ഇങ്ങനത്തെ ഒരു സംഭവമില്ല. സാധാരണ പ്രസിഡന്റ് സ്ഥാനത്ത് ഒഴിവാക്കിയിട്ട് ചിലപ്പോൾ വൈസ് പ്രസിഡന്റ് ആക്കലൊക്കെ ഉണ്ടാവും. ഇത് സ്റ്റേറ്റിൽ നിന്ന് മൊത്തം പോയി എക്സിക്യൂട്ടീവ് ഇല്ല, കൗൺസിൽ ഇല്ല, എവിടെ ഇല്ല. ജില്ലയിലേക്കോ അതും പറ്റൂല, ഇനി മണ്ഡലത്തിൽ പോയി തന്നോളില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു,
ഇപ്പോഴിതാ ഞാൻ പണ്ട് പ്രസംഗിച്ചു അല്ലാഹുവില്ലാത്തൊരു പ്രാർത്ഥിക്കാമോ ഇല്ലേ എന്ന ഒരു ചർച്ച തന്നെ വന്നു. അത് വെച്ചിട്ട് എല്ലാരും എന്നെ കൊത്തിവലിച്ചു, എല്ലാ സ്ഥലത്തും എന്നെ വിമർശിച്ചു. ഇപ്പോഴിതാ ജിന്നിനെ വിളിക്കാമെന്നതിന് ശിർക്കല്ല ഓതിയിരിക്കുന്നു എന്ന് TP. ഇപ്പൊ AP അബ്ദുൽ ഖാദർ മൗലവിയുടെ കമാൻഡ്, ഏതായാലും ഓതിയതൊരു മുസ്ലിയാരല്ലേ, അതിൽ സമാധാനിക്കാന്ന. എവിടെ എത്തി നോക്കണം. ഓലൊക്കെ CD കേട്ടിട്ടാണോ? അല്ല, മറ്റോൻ പറഞ്ഞെടുത്തു ഇങ്ങനെയാണ്, അതാണ് പറഞ്ഞ് അടിക്കുന്നേ. കേട്ടു നിൽക്കുന്ന മറ്റൊരു സംസ്ഥാന സെക്രട്ടറി ചോദിച്ചു, സാർ നിങ്ങൾ പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ഏത് മുസ്ലിയാരും മുജാഹിദായിട്ട് 10 കൊല്ലം കഴിഞ്ഞാൽ മൂപ്പർ നമുക്ക് മൗലവി ഫൈസൽ മുസ്ലിയാർ 13 കൊല്ലം ആയല്ലോ എന്ന് ചോദിച്ചത്രേ. AP ജമിയത്തുൽ ഉലമയുടെ മീറ്റിംഗിൽ പറഞ്ഞതാ. 10 കൊല്ലം കഴിഞ്ഞാല് പിന്നെ അയാളെ മൗലവി